അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എന്നും പറയാറുണ്ട്, നമ്മുടെ മജ്‌ലിസുകളിൽ പ്രത്യേകം പറയാറുണ്ട്, ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കാനോ കുറ്റപ്പെടുത്താനോ നാം ആരുമല്ല. നാം എല്ലാവരും നല്ലത് വിചാരിക്കുക, നല്ലത് മനസ്സിലാക്കുക എന്ന് പറയാറുണ്ട്. പലപ്പോഴും നല്ല വ്യക്തികളാണ് ജനങ്ങളുടെ ഇടയിൽ മൊത്തം കുറ്റപ്പെടുത്തലുകളും കുറവുകളും ആയിട്ട് കാണുന്നത്. അതിന് പറയാൻ കാരണം, ഞാൻ 2-3 പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ, ഒരു ഉദാഹരണത്തിന് പറയും, ഒരു എയും ഒരു ബിയും നല്ല കൂട്ടുകാരാണ്. ആ ബി ആണെങ്കിൽ പ്രശ്നങ്ങള് ഈ എനെ പറ്റി, എ ആണെങ്കിൽ നാട്ടില് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ്. എന്നാലും അയാൾ ആരെയും താത്തി പറയാനോ വലിയ തലയിൽ വെച്ച് പൊന്തിച്ച് എല്ലാവരും ചേർത്ത് പിടിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എ. രണ്ടാമത്തെ ബി ആണെങ്കിൽ അങ്ങനല്ല. ബി ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, എല്ലാവരെയും സംസാരിക്കും, എല്ലാവരും കയ്യിലാക്കും, എല്ലാവരോടും കണ്ടപ്പോൾ തന്നെ ഭയങ്കര സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സ്വീകരണം കൊടുക്കും, അവരെ ഒന്നിച്ചിട്ട് കൂടും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒരു വ്യക്തിയാണ് ബി. എ ആണെങ്കിൽ അതിനൊന്നും നിൽക്കുന്നില്ല, എല്ലാവരോടും നല്ല നിൽക്കുള്ള ബന്ധമാണ്, പക്ഷെ ആരും കൂടുതൽ അടുപ്പിക്കാറുമില്ല, കൂടുതൽ അകറ്റാറുമില്ല, ആരും കുറ്റപ്പെടുത്താറുമില്ല. ആ ഒരു ലെവലിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എ. ബി ആണെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവമാണ്. പക്ഷെ എയും ബിയും തമ്മിലൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ എ ഈ വിഷയങ്ങൾ ആരോടും ഷെയർ ചെയ്യാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. ബി ആണെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിന് 1ന് 10ലേറെ കളവുകളും സത്യം ഒന്നുണ്ടെങ്കിൽ അതിന് 9 കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരോട് എനെ കുറിച്ച് ഫിത്ന നടത്തി കൊണ്ടുപോകുന്നതാണ്. ഇത് എ അറിയുന്നില്ല. പക്ഷെ ബി ആണെങ്കിൽ കൂടെ തന്നെ ഉണ്ട്. എയും ബിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും തമ്മിലെല്ലാവരും യോജിപ്പിൽ ആ 2 പേരും ഉണ്ടായിരിക്കെ പിന്നീട് എ എന്താക്കി ആ വിഷയമൊന്നും വലിയ വിഷയമാക്കിയിട്ടില്ല, അതിങ്ങനെ വിട്ടു. പക്ഷെ ബി ആണെങ്കിൽ അതിനെ പ്രചരിപ്പിച്ച് എ അങ്ങനെയുള്ളവനാണ്, ബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എ അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ്, അവനങ്ങനെ ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള ബന്ധമുണ്ട്, അവൻ ഇന്ന ദോഷമുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബി. പക്ഷെ ഇതാരറിയുന്നില്ല, എ അറിയുന്നില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ്, കുറേ മാസങ്ങൾ കഴിഞ്ഞ്, ഇങ്ങനെ കഴിഞ്ഞ് ഒരു വിഷയം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും എയിൽ നിന്ന് പലരും അകന്നു നിൽക്കാനും പരസ്പരം ആ നേരത്തെയുള്ള ബന്ധങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ബീനെ കുറിച്ചിട്ട് മൊത്തം എല്ലാവർക്കും നല്ല അഭിപ്രായം തുടങ്ങി. എനെ കുറിച്ചിട്ടാണെങ്കിൽ വേറെ അഭിപ്രായം പറഞ്ഞു. അതിന് കാരണം എന്ത്, എ ഒന്നും ചെയ്തതുകൊണ്ടൊന്നുമല്ല, ബി നടത്തിയ ഈ ഫിത്നകളായിരുന്നു. അങ്ങനെ പിന്നീട് ഒരവസരത്തിൽ എ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, തമ്മിൽ അവർ തെറ്റി പിണങ്ങിപ്പോയി. ആ സമയത്താണ് എ ജനങ്ങളോട് വിളിച്ച് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഫിത്നകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എ പറയുന്നത്. എന്താ ആദ്യം പറയാത്തത്? ബി ഒരു പക്ഷേ നന്നായി കഴിഞ്ഞാൽ, എയും ബിയും നല്ല കൂട്ടുകാരാണല്ലോ, ആ സമയത്ത് ഇനി നന്നായി കഴിഞ്ഞാലും പിന്നീട് എന്താവൂല, ആ പ്രശ്നങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു രസം ഉണ്ടാവില്ല ആ ചങ്ങാതിത്വത്തിന്. അതുകൊണ്ടാണ് എ ആരോടും പറയാതെ സ്വന്തമായി മാത്രം ഈ പ്രശ്നങ്ങൾ ഒതുക്കി അവൻ നന്നാകും, ബി നന്നാകും എന്നുള്ള പ്രതീക്ഷയോട് നിന്നതാണ്. നിങ്ങൾ ഒരു നിലക്കും നന്നാകൂല എന്ന് പറഞ്ഞു കണ്ടപ്പോൾ ഇവൻ എന്താക്കി, പുറത്താക്കി, രണ്ടാളും വേറെ വേറെ ആയി. ആ സമയത്താണ് ബി എ എന്താക്കുന്നത്, മറ്റുള്ള ജനങ്ങളോട് പറയേണ്ടുന്ന അവസ്ഥ വന്നത്. എന്തേ, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അവൻ എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ എന്തേ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു നല്ല സംഘാതിത്വത്തിലുണ്ടായി, ഇപ്പം ആ ബീനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എ കഥകൾ പറയുന്നത്. ആ പറഞ്ഞപ്പോൾ പറയുന്നത്, പഠിച്ചോനെ അയാൾ നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ വിചാരിച്ചു, നിങ്ങളെ പറ്റിയിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്ന് എന്നോട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് സത്യാവസ്ഥ അറിയുന്നത് പിന്നീടായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞതിനുള്ള ഉദ്ദേശം, എപ്പോഴും ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ആരെയും വിശ്വസിക്കേണ്ടതില്ല.
നേരെ മറിച്ച് എനെ കുറിച്ചിട്ട് കംപ്ലൈന്റ് പറയുമ്പോൾ, പ്രശ്നങ്ങൾ പറയുമ്പോൾ ബി അറിയാതെ തന്നെ, പക്ഷെ ബി പറയുന്നൊരു ശൈലിയുണ്ട്. ഇത് ഞാൻ നിന്നോട് മാത്രം പറയുന്നതാണ്, ഇത് അദ്ദേഹത്തിനൊന്നും അറിയണ്ട, നമ്മളെ ഇടയിലൊന്നും ഇരിക്കട്ട്, ഇതൊരാൾക്ക് അറിയണ്ട എന്ന ശൈലിയിലാണ് അയാളുടെ അവതരണം. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ വിചാരിച്ച് നല്ലൊരു ബന്ധമാണെന്ന് വിചാരിച്ചിട്ട് അവരെന്താക്കി ആ നിലക്ക് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നീടാണ് ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്, അവനാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാരാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ആരെ കുറിച്ചിട്ടും ഒരാളെ കുറിച്ച് കേട്ടാൽ ആ കേട്ടത് ആപ്പാടെ ഞങ്ങൾ വിഴുങ്ങാതെ ആ സമയത്ത് തന്നെ അവരോട് ആ സത്യാവസ്ഥ അന്വേഷിക്കാൻ. ഒന്നിരിക്കലോ എന്റെ മുമ്പിൽ വെച്ച് ബിയും എയും ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടല്ലോ എന്ന നിലക്ക് ഞങ്ങൾ പറയുന്നതായിട്ട് കേട്ടു, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? രണ്ടാളെ മുമ്പിൽ വെച്ചിട്ട് കേൾക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെതാണോ സത്യം, ബീൻ്റെതാണോ സത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ ബീൻ്റെത് മാത്രം കേട്ടുകൊണ്ട് ജനങ്ങളിടയിൽ പറഞ്ഞ് പ്രസാദം ഉണ്ടാക്കിയാൽ അതിന്റെ കുറ്റവാളികളിൽ ആ പറയുന്നത് കേട്ട ഞാനും ആ പറഞ്ഞു നടക്കുന്ന നിങ്ങളുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാതെ, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാതെ, നല്ല നിലക്ക് ആരെക്കുറിച്ച് തെറ്റിദ്ധരിക്കാതെ നമ്മുടെ മനസ്സ് വിശാലമുണ്ടാക്കി ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ച്, എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നല്ല നിലക്ക് നല്ല സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് പറയുന്ന ഒരാളെ മാത്രം വിശ്വസിക്കാതിരിക്കുക, നല്ല നിലക്ക് ജീവിതം മുന്നോട്ട് പോവുക. എങ്കിൽ അങ്ങനെ എനെ കുറിച്ചിട്ട് വിത്തനകൾ കേട്ടാൽ ആ എനെ കുറിച്ചിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഒരു നല്ലൊരു മനസ്സുണ്ടാക്കുക. വേണമെങ്കിൽ ബി പറയുന്നത് നിങ്ങൾ ഒരു ഭാഗത്ത് വെച്ചിട്ട് ബി പറഞ്ഞതാണെന്ന് പോലും പറയാതെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് രഹസ്യമായി എന്നോട് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതാണ് ഭാഗത്ത് ശരി, ഏതാണ് മോശം, ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആരും ആരെ കുറിച്ച് തെറ്റിദ്ധരിക്കാതെ നല്ല നിലക്ക് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ ദുനിയാവിൽ ആര് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഒരിക്കലും ആരെയും തെറ്റിദ്ധരിക്കാതെ കുറ്റപ്പെടുത്താതെ നല്ല നിലക്കുള്ള ജീവിതം മുന്നോട്ട് പോവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.